നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇനി മുതൽ അതിദരിദ്രർ ഉണ്ടാകില്ല. നാളെയാണ് കൊട്ടിഘോഷിച്ചുള്ള പ്രഖ്യാപനം. 2021 സർക്കാർ ഉണ്ടാക്കിയ അതിദാരിദ്ര്യർ ആരെന്ന മാനദണ്ഡ പ്രകാരം അവരെ കണ്ടെത്തി ദാരിദ്ര്യം മാറ്റിയത്രേ. ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാത്തവരായിരുന്നു ഇവർ. എല്ലാ അവകാശവാദവും സർക്കാരിൻ്റെതാണ്. ചൈനയിലെ ഒരു പ്രദേശത്തിന് ശേഷം ലോകത്താദ്യമായാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്ന ഒരു സംസ്ഥാനം ഉണ്ടാകുന്നത്. മഞ്ഞ കാർഡുള്ള 6 ലക്ഷത്തിനടുത്ത് അതിദരിദ്ര കുടുംബങ്ങൾ ഉള്ളപ്പോൾ എന്ത് PR വർക്കിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇങ്ങനെയൊരു മേനി നടിക്കൽ? വസ്തുതാപരമായ പിൻബലമില്ലാതെ ചില സാങ്കേതിക പദങ്ങൾ കൊണ്ട് അമ്മാനമാടി 5 വർഷം കൊണ്ട് കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കി എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര സഹായം പോലും കിട്ടാതാകുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോവുകയാണോ? സംശയങ്ങൾ നിരവധി. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. നാളെയാണ് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം വരുന്നത്. അതായത് കേരളത്തിൽ ഇനി മുതൽ ദരിദ്രരിലും താഴെയുള്ള അതിദരിദ്രർ, അതായത് അതീവ ദാരിദ്ര്യാവസ്ഥയിലുള്ളവർ ഉണ്ടാകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് കേരള പിറവി ദിനമായ നാളെ നടത്താൻ പോകുന്നത്. കൊട്ടിഘോഷിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും ഇത്. പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുന്നതിനൊപ്പം മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ തുടങ്ങിയ പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ആ സമയത്താണ് എങ്ങനെയാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം, കേരളത്തിൽ ദരിദ്രരിലും താഴെയുള്ള അതീവ ദരിദ്രർ ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിയുന്നത്? ഇതിന് വസ്തുതാപരമായ പിൻബലമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടുന്ന കുറേയേറെ പേർ ചേർന്ന് ഒരു കത്തും സർക്കാരിന് നൽകിയതാണ്. അതിൽ പല സംശയങ്ങളും ചോദിച്ചിരുന്നു. അതുമാത്രമല്ല, കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും ഇപ്പോൾ നിലവിലുണ്ട് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി ഇനി കേരളത്തിൽ ആരും ഉണ്ടാകില്ലേ തുടങ്ങിയ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. തദ്ദേശ ഭരണ മന്ത്രി MB രാജേഷ് ഇക്കാര്യത്തിൽ ഇന്ന് മറുപടി നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യം കേൾക്കാം. 2023 നവംബർ 1 ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ പിന്നിട്ടപ്പോൾ ഇതെല്ലാം പ്രസിദ്ധീകരിച്ചുകൊണ്ട് അപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടായില്ല, അഭിപ്രായങ്ങൾ ഉണ്ടായില്ല, ഈ പറഞ്ഞ വിമർശനങ്ങളൊന്നും അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോ പ്രഖ്യാപനത്തിലേക്ക് വരുന്നത്. ഇനി ഇതിന് വല്ല വസ്തുതാപരമായ പിൻബലമുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. 4677 കുടുംബങ്ങൾക്കാണ് വീട് മാത്രം നൽകിയത്. വസ്തുവും വീടും കൊടുത്തത് 2713 കുടുംബങ്ങൾക്കാണ്. 5646 കുടുംബങ്ങൾക്കാണ് വീട് റിപ്പയറിന് 2 ലക്ഷം രൂപ വീതം സഹായം നൽകിയത്. പുനരുദ്ധാരണത്തിന് 4394 കുടുംബങ്ങൾക്കാണ് വരുമാനം ഉറപ്പാക്കിയത്. അതിനുവേണ്ടി കുടുംബശ്രീ പ്രത്യേകമായൊരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചു, ഉജ്ജീവനം എന്ന പേരിൽ. അവകാശ രേഖകൾ 21,263 കുടുംബങ്ങൾക്കാണ് ലഭ്യമാക്കിയത്. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. 21,263 പേർ ഒരു രേഖയും ഇല്ലാത്തവരായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ അദൃശ്യരായ മനുഷ്യരെന്ന്. ഭക്ഷണം 20,648 പേർക്കാണ് കൊടുത്തത്. അതിൽ ഭക്ഷണ കിറ്റ് 11,438 പേർക്കും 2,210 പേർക്ക് പാകം ചെയ്ത ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2,210 പേർക്ക് 85,721 പേർക്ക് മരുന്നും ചികിത്സയും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. 5,777 പേർക്ക് പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. 7 പേരുടെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉപയോഗിച്ച് നടപ്പാക്കുകയുണ്ടായി. അതിദരിദ്ര കുടുംബങ്ങളിലെ 7 പേരുടെ. ഇതാണ് വസ്തുതാപരമായിട്ട് എന്ത് ഉണ്ടായി എന്ന് ചോദിച്ചതിനുള്ള മറുപടി. അപ്പോ അവസാനം പറയാനുള്ളത് ഇതാണ് ശ്രീ MB രാജേഷിന്റെ വാക്കുകൾ. അതായത് വസ്തുതാപരമായ പിൻബലമുണ്ട്, അതീവ ദരിദ്രരായ ആളുകൾ ഇനി കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്ന പ്രഖ്യാപനം നടത്താൻ പോകുന്ന ഈ സമയത്ത് എന്നാണ് മന്ത്രി MB രാജേഷ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ റജി ലൂക്കോസ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ MK ഹരിദാസ് എന്നിവരാണ്. ശ്രീ MK ഹരിദാസ്, അതീവ ദരിദ്രരായ ആൾക്കാർ, ദാരിദ്ര്യമുള്ളവരല്ല, ദരിദ്രർ എന്ന വിഭാഗത്തിലുള്ളതല്ല, അതിനും താഴെ അതീവ ദാരിദ്ര്യം നേരിടുന്ന ആൾക്കാർ, അതെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി മാത്രമല്ല, അവിടെ അദ്ദേഹം പറയുകയുണ്ടായി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ട്, പാർപ്പിടത്തിൻ്റെ കാര്യത്തിലുണ്ട്, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഇനി അങ്ങനെ ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ഇത് തട്ടിപ്പാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
നോക്കൂ, വെണ്ടക്കായുടെ ചിത്രം വരച്ചിട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ല. ഇവരിപ്പോ ഈ 21 മന്ത്രിമാരും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കൂടിയിട്ട് നാളെ തിരുവനന്തപുരത്ത് ഒരു മഹാസമ്മേളനത്തിലെ അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ടൊന്നും തീരുന്ന ദാരിദ്ര്യമല്ല മഞ്ജുഷ കേരളത്തിലുള്ളത്. കേരളത്തിന്റെ സ്ഥിതിവിശേഷത്തില് എന്ത് മാനദണ്ഡം കണക്കാക്കിയാണ് ഈ സർക്കാർ ഇത്തരത്തിലുള്ളൊരു കടും കൈ അല്ലെങ്കിൽ കടും വെട്ട് എന്ന് തന്നെ പറയാം, എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ബോധമില്ലാതെ ഇത്രയും ദീർഘവീക്ഷണമില്ലാതെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്? 5.29 ലക്ഷം അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരമുള്ള മഞ്ഞക്കാർഡിന്റെ ഉടമകൾ കേരളത്തിലുള്ളപ്പോ ഇവര് പറയുന്നത് 64,000 പേരാണുള്ളത്. 64,000 പേർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതാണ് മന്ത്രി പി പറയുന്നത്. അവിടെ ഈ സാങ്കേതിക പദങ്ങളാണ് മന്ത്രി ഉപയോഗിക്കുന്നത്. ശ്രീ എം കെ ഹരിദാസ്, ഈ പറയുന്ന ഈ AAY അന്ത്യോദയ അന്നയോജന പദ്ധതി അത് ദരിദ്രരെ ഉദ്ദേശിച്ചുള്ളതെന്നാണ് ഇപ്പോൾ ഇതിനുള്ള വിശദീകരണം നൽകുന്നത്. അതിദരിദ്രർ അവിടെ ഇല്ല എന്നാണ്. ദരിദ്രർ, അതായത് അതിൽ കൂടുതലും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയാണ് പരിഗണിക്കുന്നത്. അതിലും താഴെയുള്ളവരെയാണ് ഞങ്ങൾ 2021 മുതൽ പല സർവേകൾ നടത്തി കിലയിൽ പ്രത്യേക പരിശീലനമൊക്കെ ആളുകൾക്ക് നൽകി അവരെ വിട്ട് സർവേ എടുപ്പിച്ച് അങ്ങനെ ഈ 64,000 എന്ന കണ്ടെത്തൽ നടത്തി അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് ഈ സാങ്കേതിക പദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് പറയുന്നത്. അപ്പോൾ AAYയുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയായാലും നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മേലുള്ള ഒരു നിയന്ത്രണം, ആ നിയന്ത്രണത്തിനെ എടുത്തുകളയാൻ എം പി രാജേഷിന്റെ ഇത്തരത്തിലുള്ള സാങ്കേതിക പദങ്ങൾക്ക് സാധിക്കില്ലല്ലോ മഞ്ജുഷെ. AAYയിലുള്ള ഈ ഇത്രയും കാർഡുടമകളിൽ ഇവർക്ക് എവിടുന്നാണ് ഇത്രയും കുറഞ്ഞ 64,000 അതിദരിദ്രർ മാത്രമേ കേരളത്തിലുള്ളൂ, അതിൽ തന്നെ 18,000 പേർക്ക് അത് ചെയ്തു, 18,000 പേർക്ക് ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന ഈ കണക്ക് എന്ത് പഠനം നടത്തിയാണ് അതിദരിദ്രമുക്ത കേരളം എന്നൊരു പ്രഖ്യാപനം നടത്താൻ ഇവർക്കുണ്ടായ മാനദണ്ഡം എന്നുള്ളത് ഇവർ പ്രസിദ്ധീകരിക്കട്ടെ. ഇപ്പൊ 2000 സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് കുറെ പഠനം നടത്തി കുറെ സർവേ നടത്തി കണ്ടെത്തി എന്നുള്ളതാണ് രാജേഷിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ നടത്തുന്ന സർവേ അല്ലല്ലോ വേണ്ടത്, നമുക്ക് ആധികാരികമായി വിശ്വസിക്കാവുന്ന ഒരു സർവേ വേണ്ടേ? ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറയാം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഞാനിപ്പോൾ സംസാരിക്കുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ചുരുങ്ങിയത് 50 ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു പിണറായി വിജയന്റെ മുഖം വെച്ചിട്ട്. ദരിദ്രരില്ലാത്ത അതിദരിദ്രരില്ലാത്ത കേരളം ഈ കഴിഞ്ഞ ഭരണകാലത്ത് കേരളത്തിൽ ഉണ്ടായി എന്ന്. അപ്പൊ ഒന്നുകിൽ ഒരു കാര്യം ചെയ്യട്ടെ, അത് നുണയായിരുന്നു, അത് വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗിമ്മിക് ആയിരുന്നു എന്ന് തുറന്നു പറയട്ടെ. ഞാൻ ചുരുങ്ങിയത് പറയണം, 50 ഫ്ലക്സ് ബോർഡുകൾ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഉണ്ടായിരുന്നു. ഈ പദ്ധതി പ്രകാരം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയ മഞ്ജുഷ ഒരു മിനിറ്റ് കൃത്യമായിട്ട് എനിക്ക് തരണം. ഇവിടെ കൃഷിയിൽ നിന്ന് ദേശീയ ശരാശരിയിൽ കേരളത്തിന്റെ കൃഷി വരുമാനം 18,000 ആണെങ്കിൽ കേരളത്തിൽ അത് 11,200 രൂപയാണ്. ഇവിടെ ദേശീയ ശരാശരി ഒരു കർഷകന്റെ കടം 78,000 രൂപയാണെങ്കിൽ കേരളത്തിൽ അത് 2.75 ലക്ഷമാണ്. ഇത്തരത്തിൽ 2.75 ലക്ഷം കർഷകർ കടക്കണിയിലുള്ള 14.5 ലക്ഷം കർഷകർ കേരളത്തിലുണ്ട്. ഈ കർഷകർ ഈ അതിദരിദ്രരുടെ പട്ടികയിൽ ഇവർ പെടുത്തിയിട്ടുണ്ട്. 233 രൂപ മാത്രം വരുമാനമുള്ള ഇപ്പോ ഈ ആശാ വർക്കർമാർ ഇന്ന് സമരം അവസാനിപ്പിച്ചെങ്കിലും അവർ ഈ അതിദരിദ്രരുടെ പട്ടികയിൽ വരില്ലേ? ഇല്ല, അതൊന്നും ആ പട്ടികയിൽ വരില്ല എന്നാണ് ശ്രീ എം കെ ഹരിദാസ്. രാജേഷ് അത് വ്യക്തമായിട്ട് പറയുകയുണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും ഈ ദരിദ്രരാരാണ്, അതീവ ദരിദ്രരാരാണ്, ഇക്കാര്യം അറിയില്ലാതെയാണ് ഇതെല്ലാം പറയുന്നത് എന്നാണ് രാജേഷിന്റെ വാക്കുകൾ, മന്ത്രിയുടെ വാക്കുകൾ. അദ്ദേഹം അതിൽ സാമ്പത്തിക വിദഗ്ധരെ പോലും കളിയാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധരടങ്ങിയ ഒരു കൂട്ടം ആളുകളാണല്ലോ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇങ്ങനൊരു കത്തയച്ചത്. അതിൽ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ താങ്കൾ പറഞ്ഞ കാര്യവുമുണ്ട്. ഇതിനെയൊക്കെ ഒരു പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന് ഇന്നത്തെ വാർത്താ സമ്മേളനം. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഞങ്ങൾ 2021 തന്നെ ഇതിന്റെ മാനദണ്ഡം രൂപീകരിച്ചതാണ്. ആരാണ് രൂപീകരിച്ചത്? സർക്കാരാണ് രൂപീകരിച്ചത്. സർക്കാർ തന്നെയാണ് സർവേ നടത്തിയത്. സർക്കാർ തന്നെയാണ് ഈ സഹായം വിതരണം ചെയ്തു എന്ന് പറയുന്നത്. ശ്രീ റെജി ലൂക്കോസ്, വസ്തുതകളുടെ ഒരു പിൻബലവും ഇല്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ശരിയാണ്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, അതിനെ ആരും വേണ്ട എന്ന് പറയില്ല, അതിനെ അഭിനന്ദിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഞങ്ങളിതാ കേരളത്തെ അതീവ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു എന്ന ഒറ്റ പ്രഖ്യാപനം, ഇത് ആരെ പറ്റിക്കാനാണ്? എന്ത് PR വർക്കാണ് നടക്കുന്നത്? മഞ്ജുഷ്, സ്വതന്ത്രാനന്തര കേരളത്തിന്റെ ഏറ്റവും അഭിമാനമുള്ള ഒരു ദിവസമാണ് നാളെ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. ഇതിൽ ആർക്കെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അവർ കേരളത്തിനോടുള്ള മനോഭാവത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു വിചിത്രമായ മാനസികാവസ്ഥ എന്നല്ല ആളുകളുണ്ട്. ഒന്നും വേറൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുത എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കാത്തവർ, വിശപ്പെന്നറിയാത്തവർ.
ദാരിദ്ര്യം ഒന്നും അറിയാത്തവരാണ് ഈ പറയുന്ന ചില്ലു കൊട്ടാരത്തിലൊക്കെ ഇതിനെ വിമർശിക്കുന്നത്. വാസ്തവത്തില് അതിദരിദ്രരായിട്ടുള്ള 64,000 ആളുകളെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഇവിടെ ഹരിദാസ് സാറി ചോദിച്ചു. അത് വളരെ എളുപ്പമാണ് സാറേ. കാരണം കുടുംബശ്രീയിലൂടെ നടത്തിയ ഒരു സർവേ, അതുകൂടാതെ കിലയിലെ ട്രെയിൻഡ് ആയിട്ടുള്ളവർ നടത്തിയ ഒരു സർവേ, അതിലൂടെ കുടുംബശ്രീ ഓരോ വാർഡിലും പ്രവർത്തിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. 500, 600, 700 ആളുകളുള്ള ഓരോ വാർഡിലും, അല്ലെങ്കിൽ 10, 4,000, 5,000 ആളുകളുള്ള ഒരു പഞ്ചായത്തിൽ അതിദരിദ്രരായിട്ടുള്ള ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ആധുനിക ലോകത്തിൽ വളരെ സിമ്പിൾ ആണ്. അങ്ങനെ കണ്ടുപിടിച്ചതിലൂടെയാണ് 64,000 പേർ അതിദരിദ്രർ. എന്താണ് അതിദരിദ്രരുടെ ഡെഫിനേഷൻ? പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, പഠിക്കാൻ പറ്റാത്ത സാഹചര്യം. ഈ 4 കാറ്റഗറിയിൽപ്പെട്ടവരാണ് മുഖ്യമായിട്ട് അതിദരിദ്രർ എന്ന് പറയുന്നത്. അവരെ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, ഓരോ കുടുംബശ്രീ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടെത്തി അവരെ പരിപോഷിച്ചുകൊണ്ട് വരുന്നതിനാണ് അതിദരിദ്രരില്ലാത്തവർ എന്ന് പറയുന്നത്. ദരിദ്രരില്ല എന്നൊരു വാക്ക് ഈ സർക്കാർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും, ഏത് വികസിത രാജ്യത്ത് പോയാലും ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗത്തിൽ കാണാൻ പറ്റും. ആദ്യം ദരിദ്രരെ കാണാൻ പറ്റും. പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല വേഷത്തിലാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയും ചർച്ചയിൽ. ഞാനൊരിക്കൽ സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ചപ്പോൾ, സ്വിറ്റ്സർലൻഡ് ഉടനീളം ഞങ്ങൾ വാഹനം സഞ്ചരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഈ അമേരിക്കയിലെ പോലെ UK പോലെ പ്ലക്കാർഡ് പിടിച്ച് പ്രഗ്നൻസി ഈസ് ദേർ, പ്ലീസ് ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ഫുഡ് ഇല്ല സഹായിക്കാൻ പ്ലക്കാർഡ് പിടിച്ച് നമ്മളിവിടുത്തെ പോലെയല്ല അവിടെ. പക്ഷേ സ്വിറ്റ്സർലൻഡ് ഉടനീളം നടന്നിട്ട് എനിക്ക് അങ്ങനെ ആളെ കാണാൻ പറ്റില്ല. പക്ഷെ അവസാനം ജനീവയിലെ ഫേമസ് ആയ തടാകത്തിന് തീർത്ത് ചെയ്തപ്പോൾ ഒരാളിരിക്കുന്നു, ഐ നീഡ് ഫുഡ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ലോകത്തിലവിടെ പോയാൽ കാണാൻ പറ്റും. അത്തരക്കാരെ ഒരു നമ്മുടെ കേരളത്തിൽ കാണാം. അത് അവരുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ അവസ്ഥയിലാണ്. പക്ഷെ അതിദരിദ്രം എന്ന് പറയുന്ന ആളുകളെ മുഴുവനും ദരിദ്രരുടെ പട്ടികയിലേക്കോ അല്ലെങ്കിൽ അതില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളം പിടിച്ചു ഉയർത്തിയത് എത്ര വർഷം കൊണ്ടാണെന്നറിയോ? 7.5 വർഷക്കാലം കൊണ്ടാണ്. 2021 ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലെ മുഖ്യ പ്രഖ്യാപനങ്ങളിലൊന്നും അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായിട്ട് ഈ ഗവൺമെന്റിനെ മാറ്റുന്നുള്ള അത് സംഭവിച്ചത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കാലത്തായതുകൊണ്ട് ഇതിനെ എതിർത്തേക്കാന്ന്. പക്ഷെ അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. നിങ്ങൾ തന്നെ ഒരു മാനദണ്ഡം രൂപീകരിച്ച് ഇത്ര അതിദരിദ്രരാണ് കേരളത്തിൽ ഉള്ളത് എന്ന് കണ്ടെത്തി അവർക്ക് ഈ പറയുന്ന പോലെ തദ്ദേശ ഭരണവകുപ്പ് പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരം ഒരു വരുമാനവും ഇല്ലാത്തവർ, 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, റേഷൻ കിട്ടിയാലും പാകം ചെയ്യാൻ കഴിയാത്തവർ, ആരോഗ്യനില മോശമായവർ, ഇവരെയൊക്കെയാണല്ലോ. അതിന് MP രാജേഷ് ചില സാങ്കേതിക പദങ്ങൾ പറയുന്നു. ക്ലേശ ഘടകങ്ങൾ, അതിക്ലേശ ഘടകങ്ങൾ, ഇങ്ങനെയൊക്കെ അതിൽ 1, 2 എണ്ണമൊക്കെ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ അഗതികൾ എന്ന ഗണത്തിൽ വരുന്നതാണല്ലോ. അഗതികളെ സഹായിക്കുന്നതിന് വേണ്ടി മുൻപും പദ്ധതിയുണ്ട്, ആശ്രയ പദ്ധതിയുണ്ട്. അഗതി കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് സഹായം നൽകി വരുന്നത് ഇപ്പോൾ തുടങ്ങിയതല്ല. അത് 2002 തന്നെ തുടങ്ങിയ പദ്ധതിയാണ്. 2007 അതിന് പ്രധാനമന്ത്രിയുടെ അന്ന് അവാർഡും കിട്ടിയതാണ്. അത് തുടങ്ങുമ്പോൾ എത്ര കുടുംബങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര, അത് പിന്നീട് അതിദരിദ്ര കുടുംബങ്ങളായി എങ്ങനെ പരിണമിച്ചു, ഇതിനെക്കുറിച്ചൊന്നും വസ്തുതകളുടെ പിൻബലമില്ല. അതുകൊണ്ടാണ് ഈ സംശയം ചോദിക്കുന്നത്. നിങ്ങൾ ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇത് കണ്ടെത്തിയത് എന്ന്, എന്നിട്ട് ചുമ്മാ അങ്ങ് പ്രഖ്യാപിക്കുക. അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതിനൊരു വസ്തുതകളുടെ പിൻബലം വേണ്ടേ? ഇത് മറ്റു സംസ്ഥാനത്തെ ഒരു ചർച്ചയിൽ മറ്റു സംസ്ഥാനക്കാർ, ഇതര സംസ്ഥാനക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അല്പമെങ്കിലും ന്യായം ഉണ്ടാവും. കുശുമ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, 286 ഏകനായി അല്ലെ ഏകായിയായി ജീവിക്കുന്നവര്, ചലനശേഷി നഷ്ടപ്പെട്ടവർ, ഇവരിൽ ഏതാണ്ട് ഭൂരിപക്ഷ ആളുകളെ ആശ്രയങ്ങളിലേക്ക് മാറ്റി. ബാക്കിയുള്ളവരെ ഈ ആശാവർക്കർമാർ കണ്ടെത്തി അവർക്ക് വേണ്ട പരിലാളനങ്ങൾ കൊടുക്കുന്നു. ആശാവർക്കർമാരുടെ ബേസിക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും പോയി ഗർഭിണികളെ മാത്രമല്ല അല്ലാത്തവരെ കണ്ട് അവർക്ക് വേണ്ട പരിരക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി അറിയിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി. അതുപോലെ ചോദ്യം വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആശാ വർക്കേഴ്സ് പോലും അവരുടെ ദിവസക്കൂലി താങ്കൾക്ക് അറിയാമല്ലോ. 233 രൂപയാണ് അവർക്ക് ദിവസക്കൂലി കിട്ടുന്നത്. അപ്പോൾ ആശാ വർക്കേഴ്സ് കൂടി ഉൾപ്പെടുന്ന സ്കീം വർക്കേഴ്സ്, അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾ, ഇവരും ഈ അതിദരിദ്ര വിഭാഗങ്ങളിൽ പെടുന്നവരല്ലേ? അതോ അത് ദരിദ്ര വിഭാഗങ്ങൾ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ദയവായി നിങ്ങളെ അവമാനിക്കരുത്. അവർ വ്യക്തിത്വമുള്ള ഒരു അഭിമാനം. വ്യക്തിത്വത്തെ ആരെ അപമാനിച്ചു? 233 രൂപയാണ് അവർക്ക് ദിവസക്കൂലി നൽകുന്നതെന്ന് ആർക്കാണ് അറിയാൻ മേലാത്തത്? അല്ല പഞ്ചുഷ, ഞാനത് പൂർത്തിരിക്കട്ടെ. ദയവായി ആ ആശാവർക്കർമാരെ അതിദരിദ്രരാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവമാനിക്കരുത്. അവർ അന്തസ്സും അഭിമാനത്തോടുകൂടി ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് സാലറി കുറവായിരിക്കും, പക്ഷെ അവരുടെ അഭിമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഒരു ചാനൽ ചർച്ചയിൽ ഇപ്പോൾ അതിദരിദ്രർ എന്ന് പറയുന്നത് അല്ലല്ല, അവരെ നിങ്ങൾ അഭിമാനമില്ലാത്ത ആൾക്കാരായിട്ടാണോ കണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അതിദരിദ്രരുടെ കാറ്റഗറി പെട്ട എന്താണെന്ന് ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് കാണാം. ബഹുമാനപ്പെട്ട MP രാജേഷ് അത് കൃത്യമായ രീതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിദരിദ്രം എന്ന് പറഞ്ഞ പട്ടിക ഞാൻ ആവർത്തിച്ച് പറഞ്ഞില്ല അത് ആരാണെന്നുള്ളൊരു. ആശാവർക്കർമാർ അതിദരിദ്ര പെട്ടിയിലുള്ള അവരുടെ അഭിമാനബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ്.
എനിക്കിപ്പോ വസ്ത്രമില്ലാതെ നിങ്ങൾ കളിയാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു കാണിക്കാം എന്റെ വസ്ത്രങ്ങൾ. അത് ഏതൊരു പുരുഷന്റെയും ഞാനങ്ങനെ പറഞ്ഞത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. അദ്ദേഹം ഈ ക്ലേശ ഘടകങ്ങളും അതിക്ലേശ ഘടകങ്ങളും പറയുമ്പോൾ അല്ല, ആശാ വർക്കേഴ്സിലും പലർക്കും അങ്ങനെ ക്ലേശ ഘടകങ്ങളും അതിക്ലേശ ഘടകങ്ങളും ഉണ്ട് സാർ. മഞ്ജുഷ, നിങ്ങൾ അതല്ലല്ല, അതുകൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്നിരുന്ന് സമരം ചെയ്തത് സർക്കാരിനെതിരെ. ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടില്ല. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തത് നിങ്ങളാണ്, ഇടത് സർക്കാരാണ് ചോദ്യം ചെയ്തത്. പലതവണ അവരെ അപമാനിച്ചത് നിങ്ങളാണ്, CITUകാരാണ് അപമാനിച്ചത്, അല്ല ഞാനല്ല. അങ്ങനെ ഒരു ഉത്തരവും മുട്ടിയിട്ടില്ല. എനിക്ക് ഒരു ഉത്തരവും മുട്ടിയിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറയുക. നിങ്ങൾ കുറച്ചു പേരെ ഇന്നതാണ് അതിദരിദ്രർ, ഇന്നവരാണ് ദരിദ്രർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന് മറുപടി ഉള്ളത്? അങ്ങനെയാണെങ്കിൽ അന്ത്യോദയ അന്നയോജന പദ്ധതി അതാർക്കുള്ളതാണ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സംസാരിക്കാൻ അനുവദിക്കണം. ചോദിക്കുമ്പോൾ അല്ല, താങ്കൾ ഈ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ് എനിക്ക് എന്നോട് അനുവദിക്കാം. 3 പേരല്ലേ ആയിട്ടുള്ളൂ. 3 പേര് എനിക്ക് വളരെ അടുത്ത സൗഹൃദമുള്ളവരാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ദരിദ്രരും അതിദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സർക്കാർ ഏജൻസികളുമായിട്ട് സൈറ്റിലൂടെ പറയുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യം എന്താണ്, അതിദാരിദ്ര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ദാരിദ്ര്യവും ഭക്ഷണത്തിന്റെ വിശപ്പും അറിയാത്തവരാണ് ഇത് ചോദിക്കുന്നത്. അവരാണ് ഇവിടെ ഇരുന്നുകൊണ്ട് മുമ്പ് ഈ വാചകടിക്കുന്നത്. നിങ്ങൾ ആ അതിദരിദ്രർക്ക് ഭക്ഷണം കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾ വിമർശിക്കുമ്പോൾ, ദരിദ്രരായുള്ള ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ലഭ്യത കുറവുള്ളവർ അവരെയൊക്കെ നോക്കി ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ അത് കഷ്ടം തന്നെയാണ്. അവരെ നോക്കിയൊന്നല്ല ചർച്ച ചെയ്യുന്നത്. താങ്കൾ വിഷയം തിരിച്ചുപിടിക്കുകയാണ്. നിങ്ങൾ അവരെ കാട്ടിക്കൊണ്ട് മേനി നടിക്കുകയാണ്. ചൈനയിലെ ഏതോ ഒരു പ്രദേശം ചെയ്തു, അത് കഴിഞ്ഞ് ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ് മേനി നടിക്കുന്നതുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. വെറും PR വർക്ക് നടത്തുന്നതുകൊണ്ടാണ്. അല്ലാതെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടോ വസ്ത്രം കൊടുക്കുന്നതുകൊണ്ടോ പാർപ്പിടം നൽകുന്നതുകൊണ്ടോ ആരോഗ്യം കൂട്ടുന്നതിന് വേണ്ടി ചികിത്സാ ചെലവുകൾ നൽകുന്നതിനോ ആരും ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. ശ്രീത് പണിക്കർ, എന്തെങ്കിലും വസ്തുതകളുടെ പിൻബലമുണ്ടോ ഇക്കാര്യത്തിൽ? അങ്ങനെ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ നിർവചിച്ചുകൊണ്ട് സർക്കാർ തന്നെ ചില നിർവചനങ്ങൾ ഏർപ്പെടുത്തി അതിന്മേൽ 64,000 കുടുംബങ്ങളെ കണ്ടെത്തി ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾ കരകയറ്റി എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. ശ്രീ മഞ്ജുഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഫാക്ട് ബേസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മളെല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അതല്ലാതെ വെറുതെ വിമർശിക്കുന്നതിന് വേണ്ടി വിമർശിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീ റെജു ലൂക്കോസ് ആരോപിച്ചതുപോലെ അതൊരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നത്? എന്താണ് അതിനുള്ള മാനദണ്ഡം? എന്ത് തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ നമ്മൾ കണ്ടെത്തിയത്? അവർക്ക് ഈ അതിദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പദ്ധതികൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതറിയാനുള്ള അവകാശം കേരളത്തിലെ ജനതയ്ക്കില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ, വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തിനെ കേവലം മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമായിട്ട് കണ്ട് അതിനെ ഇകഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നേടിയെടുക്കാൻ കഴിയാത്ത ആൾക്കാരെയാണ് അതിദരിദ്രർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങളാണ്. 1, ഭക്ഷണം. അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുക. 2, സുരക്ഷിതമായിട്ടുള്ള താമസം എന്ന് പറയുമ്പോൾ അവർക്ക് പാർപ്പിടം ഉണ്ടാവുക. 3, ആരോഗ്യം, അതായത് ഹെൽത്തി ആയിട്ട് അവരിയ്ക്കുക അഥവാ ആരോഗ്യ സംവിധാനങ്ങളിലേക്കുള്ള ആക്സസിബിലിറ്റി എന്നുള്ളത് പ്രധാനമാണ്. 4, അടിസ്ഥാന വരുമാനം. ഇങ്ങനെയാണ്. അപ്പോൾ ദാരിദ്ര്യം എന്നതും അതിദാരിദ്ര്യം എന്ന് പറയുന്നതിനെയും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ 4 പോയിന്റുകൾ, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം, ഈ 4 കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത് ഏത് തരത്തിലുള്ള സർവേ നടത്തി, എന്ത് ഒരു ത്രെഷോൾഡ് വെച്ചതിന് ശേഷമാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ ആരോഗ്യം എന്നുള്ള ഒരു കാര്യത്തിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ, ആ ആരോഗ്യം എന്ന് പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ടുള്ള ദൂരമാണോ, അതോ ഏറ്റവും മെച്ചപ്പെട്ട പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ അവർക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണോ? വരുമാനം എന്ന് പറയുമ്പോൾ അവർക്ക് സ്ഥിര വരുമാനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണോ? അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഓരോ മാസവും കൃത്യമായിട്ട് കിട്ടുന്ന എമൗണ്ടിന് ഒരു ത്രെഷോൾഡ് ഉണ്ടോ? അതായത് ദിവസ വരുമാനം അല്ലെങ്കിൽ മാസ വരുമാനം ഇത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ടോ? അടച്ചുറപ്പുള്ള വീട് എന്നൊരു സംവിധാനമുണ്ടോ? ഭക്ഷണമാണ് കൊടുക്കുന്നത് എങ്കിൽ എങ്ങനെയാണ്? 2 ഫുൾ മീൽ പെർ ഡേ എന്നുള്ളതാണോ? ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാകണം. അപ്പൊ ഈ ആഹാര ലഭ്യത എന്നുള്ള ഒരൊറ്റ മാനദണ്ഡം മാത്രമാണ് സാധാരണ ദാരിദ്ര്യത്തിനെ അടയാളപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ഈ വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, സേവന ലഭ്യത,
ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ, ആക്സസിബിലിറ്റി, വരുമാനം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഇതെല്ലാം തന്നെ ലഭ്യമാക്കുന്നതാണ് സർക്കാരിന്റെ സൈറ്റ് പറയുന്നത്. അപ്പോൾ ഈ ബ്രോഡായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഈ 4 കാറ്റഗറിയിൽ ഓരോന്നിലെയും ത്രഷോൾഡ് എത്രയാണ്? ഇപ്പോൾ വേണമെങ്കിൽ ഈ ചർച്ചയിലുള്ള ശ്രീ റെജു ലൂക്കോസിന് അതിന് മറുപടി പറയാം. എത്ര വരുമാനമാണ് മാസം അല്ലെങ്കിൽ ദിവസം ഒരു കുടുംബത്തിന് ഇത്ര രൂപ വരുമാനമുണ്ടെങ്കിൽ അവർ അതിദാരിദ്ര്യത്തിൽ വരില്ല, അതാണ് സർക്കാരിന്റെ കണ്ടീഷൻ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ സർക്കുലർ ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം. അല്ല, ഗവൺമെന്റ് ഓർഡർ ഉണ്ട് 2021 ഗവൺമെന്റ് ഓർഡർ. എത്രയാണ് അതിൽ പറയുന്ന വരുമാനം? ഇതില്ല, വരുമാനം പറയുന്നില്ല, പക്ഷേ ഈ ക്ലേശ ഘടകങ്ങൾ, അതിക്ലേശ ഘടകങ്ങൾ അത് പറയുന്നുണ്ട്. എക്സാക്ട്ലി മഞ്ജുഷ്, അവിടെയാണ് പ്രശ്നം. അതായത് വരുമാനം എന്ന് പറയുന്നത് ഒരു ഘടകമാണ് എന്ന് പറയുന്നതും ഇത്ര വരുമാനത്തിന് താഴെ കെട്ടിയിരിക്കുന്ന ആൾക്കാരാണ് അതിദരിദ്രർ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ 2022 നിന്നും ഒരു വരുമാനവും ഇല്ലാത്തവരെന്നാണ്, ഒരു വരുമാനവും ഇല്ലാത്തവർ, 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, ഇപ്പോൾ റേഷൻ കിട്ടിയാൽ പോലും അത് പാകം ചെയ്യാൻ കഴിയാത്തവർ, ആരോഗ്യസ്ഥിതി മോശമായവർ, ഇങ്ങനെ അതാണ് ഈ അതിക്ലേശ ഘടകങ്ങൾ. എക്സാക്ട്ലി, അതാണ്. അപ്പൊ മഞ്ജുഷ്, അതിന്റെ പ്രശ്നം എന്താണ്? വരുമാനം ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ സീറോ റവന്യൂ. ആ സീറോ റവന്യൂ മാറിയതിനു ശേഷം അവർക്കൊരു മാസം 100 രൂപയാണ് കിട്ടുന്നത് എങ്കിൽ അവർ ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുമോ? മാസം 1000 രൂപയാണ് കിട്ടുന്നത് എങ്കിൽ കരകയറുമോ? എത്രയാണ് ത്രഷോൾഡ് ഒരു കുടുംബത്തിനെ? ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അതിദാരിദ്ര്യമുള്ള ആളുകളെ കണ്ടെത്തി ആ ഒരു എക്സസൈസ് ആണ് ഇവിടെ നടന്നത് അല്ലേ 2021 മുതൽ? എക്സാക്ട്ലി, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ പോലും കണ്ടീഷൻസ് ട്രാൻസ്പെറന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ക്ഷേമ പെൻഷനായിട്ടുള്ള നേരത്തെയുള്ള ഈ 1600 രൂപയാണ് അവരുടെ ഒരു മാസത്തെ ആകെ വരുമാനം എന്ന് കരുതിക്കോളും. അതാണ് അവർക്ക് കിട്ടുന്ന ആകെ തുക. ഒരു സർക്കാരിന്റെ ക്ഷേമ പദ്ധതിയിൽ നിന്ന് കിട്ടുന്നത് 1600 രൂപയാണ്. 1600 രൂപയെ സ്ഥിര വരുമാനമായിട്ടും മാസ വരുമാനമായിട്ട് കണ്ട് അവർക്ക് ഇൻകം കിട്ടാതെ ഇരിക്കുന്നില്ല, മറിച്ച് 1600 രൂപ കിട്ടുന്നുണ്ട് എന്ന് കരുതി അവർ അതിദാരിദ്ര്യത്തിലുള്ള ആൾക്കാരല്ല എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞ ത്രഷോൾഡിന്റെ പ്രാധാന്യം. 6000 രൂപയാണോ മാസം, 10000 രൂപയാണോ, എത്ര രൂപയാണോ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യണം. ആ ഡിഫൈൻ ചെയ്തതിന് കേരളത്തിന്റെ ജീവിത ഘടകങ്ങളുമായി ബന്ധപ്പെട്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് 2022-ലെതല്ല 2025 ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് ബാധകമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കണക്ക് പറയണം. ആ കണക്ക് പറയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ എന്റെ വിമർശനം. അത് മാനസികാവസ്ഥയുടെ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിമർശനമാണ് ഇത്. അദ്ദേഹം അതിനകത്ത് ഇന്ന ആളുകൾ ഇത്ര ആളുകൾക്ക് വീട് കൊടുത്തു, ഇന്ന ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുത്തു, ഇന്ന ആളുകൾക്ക് 2 നേരം ഭക്ഷണം ഉറപ്പാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എത്രയാ സംഖ്യ പറയുന്നുണ്ട്. അല്ല മഞ്ജുഷ്, അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്ര ആൾക്കാർ ബെനിഫിഷ്യറി ആയി എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. അത് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ്, ഇപ്പം ഞാൻ പറയാം, പല ആൾക്കാർക്കും പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സൗജന്യ സർവീസുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു, ഇത് ഒരു തവണത്തെ അച്ചീവ്മെന്റ് അല്ല. ഓൺഗോയിങ് ബേസിസിൽ അവർക്ക് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? അവരുടെ കുടുംബത്തിന്റെ മാസത്തെ വരുമാനം ഒരു പ്രത്യേക ത്രഷോൾഡിലായി നിൽക്കുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള സംവിധാനം? അപ്പോൾ അത് ധൃതി പിടിച്ചുള്ള പ്രഖ്യാപനം. ശ്രീ റെജി ലൂക്കോസ്, ആ അതിദരിദ്രരെ കണ്ടെത്തുവാനുള്ള എക്സസൈസ് ശരിയാണ്, നല്ലത് തന്നെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഈ ധൃതി പിടിച്ചുള്ള പ്രഖ്യാപനം എന്തിനാണ്? ഞങ്ങൾ ആ അതിദരിദ്രരെ കണ്ടെത്തി അവരുടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്നുള്ള പ്രഖ്യാപനം എന്തിനാണ്? നിങ്ങൾ ആലോചിക്കണം, ലോകത്തിൽ ആദ്യമാണെന്ന് പ്രഖ്യാപിച്ചത് ആ പർട്ടിക്കുലർ സ്ഥലത്തിന്റെ പേര് പറയുമെങ്കിലും ഷാങ്ഹായിക്ക് അടുത്തുള്ള ഒരു പ്രവിശ്യയിലാണ് ചൈന അതിദരിദ്രരില്ല എന്നുള്ളവർ അവർ കണ്ടുപിടിച്ചത്. അതിപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ ചപ്പേരി അമർന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം ലോകത്തിൽ ആദ്യമാണ് പ്രഖ്യാപിക്കുന്നത് കേരളം. ഐക്യരാഷ്ട്രസഭയുടെ 2014 ഒരു ഡിക്ലറേഷനിൽ ലോകത്തിൽ അതിദരിദ്രം ഇല്ലാത്തതിനെ കുറിച്ചുള്ള സർവേ നടത്തി അതാത് രാജ്യങ്ങൾക്ക് പ്രഖ്യാപിക്കാം, ഏടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയ മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്ത 2ാമത്തെ സ്ഥലത്തുള്ളത് കേരളമാണ്. അതിൽ നമ്മുടെ പ്രതിപക്ഷങ്ങളും ഭരണകക്ഷി എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരെ സഹജീവികളെ സഹായിച്ചതിന്റെ ഫലമായിട്ടാണ് നേട്ടം പോയത്. നമുക്ക് അഭിമാനമാണ്. ഇനി നിങ്ങൾ ചോദിച്ചു, ശ്രീ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീജിത്ത് എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പറഞ്ഞു, എത്ര രൂപ വരുമാനമുള്ളവര് അല്ലെങ്കിൽ അതിൽ കുറവുള്ളവരാണ് അതിദരിദ്ര പട്ടികയിൽ വരുന്നത്. മന്ത്രി MP രാജേഷ് കൃത്യമാണ് മറുപടി പറയുന്നത്. 138 രൂപ ഒരു ദിവസം വരുമാനത്തിൽ താഴെയുള്ളവര് അവരെയാണ് അതിദരിദ്രം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും സർക്കാരിന്റെ സഹായങ്ങളോ മറ്റു ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പട്ടികയിൽ വരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ 46,000 പേരെ ഈ പറഞ്ഞ കിളിയിൽ നിന്നുള്ള എക്സ്പെർട്സ്, അത് ഏറ്റവും നല്ല സംവിധാനം കുടുംബശ്രീയാണ്. കുടുംബശ്രീ ഓരോ വീടുകളോട് ബന്ധപ്പെട്ട ഓരോ വാർഡിൽ, അപ്പൊ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ 4 വർഷക്കാലത്തെ സർവേയിലൂടെയും റിസർച്ചിലൂടെയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ 46,000 പേരിലും 64,000 അതെ 46,000 വാക്ക് വെച്ചു 46,000 പേരെ കണ്ടെത്തി അവരെ
അതിദരിദ്രരിൽ നിന്നുള്ള മാറ്റത്തിൽ നിന്നും അവരെ മുന്നോട്ട് കൊണ്ടുവന്നത്. എനിക്ക് തന്നെ പറഞ്ഞു നേരിട്ടറിയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അത്ര ആളുകൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഏത് വ്യക്തികൾക്ക് അറിയാം. അല്ലാതെ സാഹിത്യമുള്ളവർക്ക് അത് അറിയാൻ പറ്റുന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യം ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് അതറിയാൻ പറ്റുന്നില്ല. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയാം. അതിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇലക്ഷൻ കണ്ടാണ്ട് പറയുന്നത്? അതിൽ ഡേറ്റ ആവശ്യമല്ല മന്ത്രി വിശദീകരിച്ചത്. നമ്മൾ ആ ഡേറ്റയിലുള്ള സംശയമാണ് ചോദിച്ചത്. ആ ഡേറ്റ സംശയമാണ് ചോദിച്ചത്. ഡേറ്റ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. സംശയം അല്ല, അങ്ങനെയൊന്നും ഡേറ്റ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം കൃത്യമായ ഡേറ്റ നിങ്ങൾക്ക് പരിശോധിക്കുന്നതല്ല. മന്ത്രി അത് വിശദമായിട്ട് 1 മണിക്കൂർ കൊണ്ട് വിശദീകരിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊക്കെ ചുറ്റും കണ്ണോടിച്ചറിയാം. ഇനി ആരെങ്കിലും ഇതിൽ അല്ല, നമ്മൾ ചുറ്റും കണ്ണോടിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. ചുറ്റും കണ്ണോടിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ല, ചുറ്റും കണ്ണോടിച്ച് നിങ്ങളാ പറയല. ആര് പറഞ്ഞു? കേരളത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഈ ആശാവർക്കർമാരെയൊക്കെ ദരിദ്രവാസികളുടെ ദരിദ്രവാസികൾ എന്നുള്ള പ്രയോഗമൊന്നും നടത്താതെ അങ്ങനെ അത് മറ്റൊരു പ്രയോഗമാണ്. ദരിദ്രവാസികൾ എന്നുള്ള മറ്റൊരു പ്രയോഗമാണ്. പറ്റാത്ത ആരുമില്ല. വിശപ്പിന്റെ വില അറിയുന്നവർ വസ്ത്രങ്ങളില്ലാത്തതിന്റെ, ഭക്ഷണമില്ലാത്തതിന്റെ, മക്കൾക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തവരെ, അങ്ങനെയുള്ള മനുഷ്യരുടെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് ഇതിന്റെ മാനദണ്ഡബദ്ധമാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് തരൂ. എന്തിനാണ് ഇത്രമാത്രം എക്സസൈസ് നടത്തുന്നത്? അല്ലല്ല ഈ പറയുന്ന പോലെ ഈ ധൃതി പിടിച്ചുള്ള ഈ പ്രഖ്യാപനം, മാനദണ്ഡങ്ങൾ എഴുതി ചേർക്കൽ, ഞങ്ങളിതാ എന്താണ് അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇത് വിശപ്പ് വിറ്റ് കാശാക്കുന്നതിന് തുല്യമാണ് സർ. ശ്രീ റെജി ലൂക്കോസ് ഇല്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ മേനി നടിക്കുന്നത് വെറും PR വർക്ക് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, 2021 LDFന്റെ മാനിഫെസ്റ്റോയിൽ പ്രധാനപ്പെട്ട 10 ഐറ്റംസ് ഒന്നും അതിദരിദ്രരില്ലാത്ത കേരളത്തെ മാറ്റും. ശരിയാണ്, അതിദരിദ്ര അത് അങ്ങനെ ഒരു മാനിഫെസ്റ്റോ എഴുതി ചേർത്തു എന്ന് വെച്ചാൽ ആരാണ് അതിദരിദ്രർ, ആരാണ് ദരിദ്രർ എന്നൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അല്ല, ഞങ്ങളാ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളാ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഒരാളെ എടുത്ത് കാണിക്കൂ. ഒറ്റ ഉദാഹരണം പറയും. മഞ്ജുഷ, കേരളത്തിൽ ഇന്നയാള് അതിദരിദ്രാവസ്ഥയാണ്. ഈ പറയുന്ന ക്രൈറ്റീരിയ വെച്ച് പട്ടിണി കിടക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ മാനദണ്ഡ വെച്ചുകൾ പറയണം. അപ്പോൾ എന്താണ് കേരളത്തിലെ സന്നദ്ധ സംഘടനകളെ ഞാൻ ഉദാഹരണം പറയാം. സർക്കാരല്ല എല്ലാവരെയും ഇവിടെ വിശപ്പടക്കുന്നത്. ഇപ്പൊ DYFI എത്രയോ ലക്ഷക്കണക്കിന് പൊതുക്കളുടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇവർ സേവാഭാരതി ഞാൻ കുറച്ച് കാണുന്നില്ല, നമ്മൾ രാഷ്ട്രീയന്മാരെ അവരെന്തോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത എത്രയോ ഭവനങ്ങൾ ഇപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞ ഈ 46,000 എന്ന് പറയുന്നതിനെ ഓവർകം ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ അവരെ കളിയാക്കുന്ന തുല്യമാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഈ ചർച്ച ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. ഇപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധരെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുകയില്ലല്ലോ. അവർ നൽകിയ ഒരു കത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അവരെല്ലാവരും കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ BJPക്കാരാണെന്ന് പറയാൻ കഴിയില്ല. 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട്. പുതിയ കണക്കിൽ 6,000 നിങ്ങൾ ഈ ബുദ്ധിജീവികളെയും പിന്നെ സാമ്പത്തിക വിദഗ്ധരെ ഞാൻ മാറ്റി വെക്കുന്നു. ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞ സംഘം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. സർക്കാർ ഏത് മാനദണ്ഡത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്? അതിനകത്ത് ഇടതും വലതും എല്ലാം ഉണ്ട്. ഈ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? പട്ടിണി കിടക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? പണിയെടുത്ത് ജീവിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? അവർക്കിത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? അല്ല, അവർക്കിത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങൾ ഈ വിശപ്പ് വിറ്റ് വോട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം മറുവശത്തുമുണ്ട് സാർ. അല്ല, നിങ്ങൾ ആരുടെ വിശപ്പിനെ എന്താണ് ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങളെ ആരും പഠിപ്പിക്കാൻ വരേണ്ട എന്ന് പറയുന്നു. ബുദ്ധിജീവികളും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ അവിടെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ സമീപകാലത്ത് ന്യൂസ് 8 മഞ്ജുഷ് നടത്തിയ ചർച്ചകളിൽ LDFനെ ജനങ്ങൾ സ്വീകരിക്കത്തക്ക രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നടത്തുന്ന ഒരു ചർച്ചയായിട്ട് മാറിയിരിക്കുന്നു. അതിദരിദ്രരുടെ വിശപ്പ് മാറ്റിയപ്പോൾ ആ വിശപ്പ് അറിയാത്തവര് ഇതിനെ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആ വിശപ്പ് മാറിയവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ പറയുന്നവന് ഭക്ഷണം കൊടുത്താൽ അവന്റെ മനസ്സിൽ നിന്ന് വരുന്ന സന്തോഷം ഉണ്ടല്ലോ, അതിനെ വിറ്റ് നിങ്ങളാണ് ഇപ്പൊ ഈ മാർക്കറ്റ് ചെയ്യുന്നത് ഈ ചർച്ചയിലൂടെ. വസ്തുതകളുടെ പിൻബലത്തിലാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ബുദ്ധിജീവികളിൽ എന്റെ റെജി ലൂക്കോസ് 90% ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. 10% ഉണ്ടെങ്കിൽ തന്നെ അവർ പലപ്പോഴും വാ തുറക്കാറില്ല. അപ്പോ ഇതിന്റെ കള്ളക്കണക്കുകൾ വളരെയധികം വ്യക്തമായിട്ട് കുറെ ചോദ്യങ്ങളായിട്ട് സർക്കാരിനോട് ചോദിച്ച സാമ്പത്തിക വിദഗ്ധരെ ബുദ്ധിജീവികളാണെന്നും അവർ ഇടതുപക്ഷത്തിനെതിരാണെന്നൊന്നും പറഞ്ഞു പോലെ ദയവ് ചെയ്തിട്ട്. പിന്നെ അടുത്തത് താങ്കൾ എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും ഒരു ഡാറ്റ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ
മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനത്തിന്റെ ഡാറ്റ ഉണ്ടാക്കി കൊടുക്കുന്ന PR ഏജൻസികൾ ഉണ്ടെന്ന് തെളിയിച്ചിട്ടുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. പിന്നെയാണോ ഒരു അതിദരിദ്രരില്ലാത്ത കേരളത്തിന്റെ ഒരു ഡാറ്റ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്? മഞ്ജുഷ് പകുതി ചോദിച്ച ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അതും ഇന്നത്തെ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇന്നലെ ഒരു ആദിവാസി കുട്ടി നിലമ്പൂരെ മരിച്ചിട്ട് 9 മണിക്കൂർ വരെ മാതാപിതാക്കൾ അറിഞ്ഞില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 14 കിലോമീറ്റർ ദൂരത്ത് നിന്ന് അവരുടെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ 18 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു, ജീപ്പിലും നടന്നിട്ടൊക്കെ. വന്ന് ഡോക്ടറുടെ ടേബിളിൽ കിടത്തിയപ്പോഴേക്കോ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഏകദേശം 4.5 ലക്ഷം ആദിവാസികൾ ഉള്ളതിലെ നിങ്ങൾ പറയുന്നത് 6400 പേരെ അതിദരിദ്രരായിട്ടുള്ളൂ എന്നാണ് നിങ്ങളുടെ കണക്കിൽ ഈ പറയുന്നത്. ഇപ്പൊ ഈ പ്രഖ്യാപിക്കാൻ പോകുന്ന കണക്കിൽ അല്ല, ആദിവാസി കുടുംബങ്ങളിൽ നിങ്ങൾ പറയുന്ന 6400 ആണ്. 6400 പേരെ ഉള്ളൂ എന്ന് പറയുന്നു. ഈ 6400 ഈ ബാക്കിയുള്ള ഏകദേശം 4,20,000 ആദിവാസികളും അതിദരിദ്രരല്ലാത്തവരാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ റെജി ലൂക്കോസ് ഒരു കാര്യം മനസ്സിലാക്കുക. MM മണി ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി കേരളത്തിൽ. എന്താണത്? അതായത് സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം. ഇപ്പൊ താങ്കൾ ഈ ഷാങ്ഹായിയുടെ കാര്യം പറഞ്ഞ പോലെ വേറെ ഏതോ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. എന്തുണ്ടായി? അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നപ്പോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ ചുരുങ്ങിയത് 100 150 കുട്ടികൾ തങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിന്റെ പേരിൽ അടുത്ത വീട്ടിലേക്ക് പോകുന്നത് കാണേണ്ട ഗതികേട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായി. അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞു ഇത് ഇടതുപക്ഷത്തിന് മൈലേജ് കൂട്ടാനാണ്, ഇടതുപക്ഷത്തിന്റെ മാർക്കറ്റിംഗ് വർദ്ധിക്കും, ഇത് ഉണ്ടാവാൻ പോകുന്നത് ഞങ്ങളുടെ ആകാംക്ഷയാണ്. ഇത്തരത്തിൽ MM മണിയുടെ ഒരു പ്രഖ്യാപനമായിട്ട് ഇത് മാറരുത്. നിങ്ങൾ പറയുന്ന 64,000 പേരെങ്കിലും അതിദരിദ്രരിൽ നിന്ന് മോചിതരാവട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല. കേവലം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിക്കൊണ്ട് ഇത്തരം ഒരു ചർച്ച മഞ്ജുഷ് 1 കൊല്ലം കഴിഞ്ഞ് വിളിക്കുമ്പോ ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഏജൻസി ഒരു സർവേ നടത്തിയാൽ ഇവിടെ 64,000-ൽ കൂടുതൽ ഉണ്ടാവും. കാരണം കേരളത്തിൽ 64,000 അതിദരിദ്രരല്ല ഉള്ളത് എന്നുള്ളത് നഗ്നമായൊരു സത്യമായിട്ട് നിലനിൽക്കെ നാളത്തെ ഈ പ്രഖ്യാപനം ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ദയവ് ചെയ്തിട്ട് AY വിഭാഗത്തിലുള്ളവർ അവരെ ഈ കേന്ദ്ര സർക്കാരാണല്ലോ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അരിക്ക് കിലോയ്ക്ക് 3 രൂപയും ഗോതമ്പിന് 2 രൂപയും വിലയ്ക്ക് കിട്ടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. അപ്പോൾ ഇതിൽ അത് മഞ്ഞക്കാടിലുള്ളവർക്കാണല്ലോ. ഇപ്പോൾ AY വിഭാഗത്തിൽ അതിദരിദ്രർ കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയും ചോദ്യം വരികയില്ലേ? അതിദരിദ്രരെ കൂടി ഉൾപ്പെടുത്തിയാണല്ലോ ഇങ്ങനെ മഞ്ഞക്കാട് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ചോദ്യം വന്നാൽ ആനുകൂല്യം നിർത്തിയാൽ കേന്ദ്രം അല്ല, ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ശ്രീ ഹരിദാസ്, ആ സമയത്ത് ഇത് ഫെഡറലിസത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ടിരിക്കുന്ന കാര്യത്തിനെ വീർപ്പ് മുട്ടിക്കുന്നതിന് വേണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ കസർത്ത് നടത്തും. പിന്നെ പതിവ് കാര്യങ്ങൾ അല്ല, നോക്കൂ, ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ശ്രീ ബാലഗോപാൽ കൊടുക്കുന്ന ചില കണക്കുകൾ നമുക്ക് അല്ലാതെ തന്നെ അറിയാമല്ലോ ശ്രീ മഞ്ജുഷ്. ഇപ്പൊ നമ്മളോട് പറയുന്നത് എന്താണ്? നമുക്ക് ഇത്ര കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തും. പക്ഷെ ഒരു തവണയെങ്കിലും അദ്ദേഹം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് കത്തയക്കുമ്പോൾ അദ്ദേഹം ഇത്രയാണ് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കണക്ക് കോട്ട് ചെയ്യാറ് പോലുമില്ല. കാരണം ആ കണക്ക് തെറ്റാണെന്നറിയാം. GST കോമ്പൻസേഷനുമായി മറ്റും ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറയാനായിട്ട് അത് ഉപയോഗിക്കാം എന്നതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിനോട് ഇത് പറയാൻ കഴിയില്ല. പിന്നെന്താണ്? ഇത് ഒപ്റ്റിക്സ് ആണ്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ അന്ത്യോദയ അന്ന യോജന പോലെയുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അരി ലഭ്യമാക്കുന്ന പദ്ധതികളുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് ഇത്രയും മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ നാളെ ആ ഒരു ബെനിഫിറ്റ് നിർത്തലാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾക്കറിയാമല്ലോ പട്ടികവർഗ വിഭാഗം. ഇപ്പോ 2022 സർക്കാരിന്റെ ഈ പദ്ധതി തുടങ്ങുന്നത് ഏതാണ്ട് 2021 വളരെ പ്രഖ്യാപിതമായിട്ട് അടുത്ത ഈ ഒരു ടേമിൽ തന്നെ ഇത് പൂർത്തിയാക്കുമെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് വന്നിരുന്ന ഒരു പത്രവാർത്ത ഇപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 2022 പാലക്കാട് ജില്ലയിൽ മാത്രം ഉള്ള ആൾക്കാരിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടികവർഗത്തിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് 259 കുടുംബങ്ങളാണ്. അപ്പൊ അങ്ങനെ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരിൽ അവിടെ തന്നെ 6400-ലധികം കുടുംബങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ എടുക്കുന്ന ഒരു കണക്കിനെ നമ്മൾ ഈ 14 ജില്ലകളിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ലഭ്യമാക്കിയതിന് ശേഷമാണ് ഈ അതിദാരിദ്ര്യത്തിനെ വൈപ്പ് ഔട്ട് ചെയ്തത് എന്നുള്ളതിനെ പറ്റി കണക്കുകൾ സഹിതം പറയണം. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? നമ്മൾ ഇതിൽ
കണക്കുകളില്ലാതെ, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയാതെ ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന, നേരത്തെ ശ്രീ റെജു ലൂക്കോസ് പറഞ്ഞു 138 രൂപ എന്ന് പറഞ്ഞു. നോക്കൂ, ഈ 138 രൂപ എന്ന് പറയുന്നത് ഏത് സമയത്ത് തീരുമാനിച്ചിരിക്കുന്ന കണക്കാണ്? 2021 22 ഇന്നത്തെ ജീവിത നിലവാരത്തിനും ഇൻഫ്ലേഷനും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള തുകയാണോ? നാളെ അത് കൂടുകയാണെങ്കിൽ 150 160 ആയി കഴിഞ്ഞാൽ ഇവർക്ക് കണ്ടിന്യൂസ് സപ്പോർട്ടിനുള്ള മാർഗം എന്താണ് ഈ കാര്യം? അപ്പൊ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. ശ്രീ റെജി ലൂക്കോസ് തന്നെ പറഞ്ഞല്ലോ, ചൈനയിലുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തിനെ കൂടി അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയതോടുകൂടി അതിദാരിദ്ര്യമുള്ള ആൾക്കാരില്ലാത്ത ഒരു രാജ്യമായിട്ട് ചൈന അവർ പ്രഖ്യാപിക്കുന്നു. UN നിന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെടുത്തി ഞാൻ നേരത്തെ ശ്രീ റെജി ലൂക്കോസിനോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് അവരുടെ ഗവൺമെന്റ് വിശദീകരിക്കാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ പറയുന്നുണ്ട് ആനുവൽ പെർ ക്യാപിറ്റ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 4000 ചൈനീസ് യുവാനും മുകളിലായിരിക്കണം. അതാണ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞത് അതേപോലെ കേരളത്തിൽ പറയുന്ന വാർഷിക വരുമാനം എത്രയായിരിക്കണം? ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വില്ലേജിലും മറ്റും പോയി കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പൊ ഈ അതിദാരിദ്ര്യമാണോ ദാരിദ്ര്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെക്കുന്ന ഈ ത്രഷോൾഡിന് ഇവർ എലിജിബിൾ ആണെന്നോ അല്ലെന്നോ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ പല പദ്ധതികളെയും ഇത് ബാധിക്കാനുള്ള പ്രശ്നമുണ്ട്. അത് സംസ്ഥാനത്തിന്റെ പദ്ധതികൾ മാത്രമല്ല, കേന്ദ്രത്തിന്റെ പദ്ധതികളെ തന്നെ ബാധിക്കാം. അടുത്തത്, ഇവർക്ക് ഇൻകം കൊടുക്കുന്ന സമയത്ത് ആ ഇൻകം എന്ന് പറയുന്നത് ഏത് സ്റ്റേബിൾ സോഴ്സിൽ നിന്നാണ്? അതായത് ഇന്ന് അവർക്ക് നിങ്ങൾക്ക് ഇത്ര ദിവസം തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് തരാം എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് ബേസിസിൽ അത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇപ്പൊ ചൈനയിൽ ചെയ്തിരിക്കുന്നത് എന്താ? ചൈനയിൽ ഒരു ഫാക്ടറി ജോബുകളെ കൊടുക്കുന്നുണ്ട്, ഫാമിങ്ങിനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അത് സ്റ്റേബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ആണോ എന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവർ കൃത്യമായിട്ട് അതിനെ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ അവിടെ നടപ്പാക്കുന്നുണ്ട്. അടുത്തത് ആഹാരം. നമ്മളിവിടെ പറയുന്നത് എന്താണ്? ആഹാരം പാകം ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാകണം. അതായത് വീട് പോലെയുള്ള ഒരു ഫെസിലിറ്റിയും കുക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ടാകണം എന്നുള്ളതാണ്. ചൈനയിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. അവർക്ക് ഒരു വർഷത്തേക്ക് വേണ്ടുന്ന രീതിയിലേക്കുള്ള നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകാനുള്ള ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ഗ്രാനുലാർ ലെവലിലേക്ക് അത് പോകുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന സബ്സിഡിയുടെ കണക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇന്ന സബ്സിഡിയാണ് അവിടെ കൊടുക്കുന്നത്. അവർക്ക് കൃഷി രംഗത്ത് വേണമെങ്കിൽ ഇന്ന ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ടവർക്ക് ഇന്ന സൗകര്യങ്ങളാണ് ലഭ്യമാക്കുന്നത് എന്നതിനെക്കുറിച്ച് ചൈനീസ് ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം വിദ്യാഭ്യാസം, ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഡയറക്റ്റ് കോറിലേഷൻ ഉള്ളതാണല്ലോ. അവർക്ക് വരുമാനവുമായി ബന്ധപ്പെട്ട കോറിലേഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഔട്ട്സ് ഇല്ലാതിരിക്കുക, അതുമായി ബന്ധപ്പെട്ടവർക്ക് പദ്ധതിയുണ്ട്. പിന്നെ 9 വർഷത്തെ ബേസിക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടവർക്ക് പദ്ധതിയുണ്ട്. ഈ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക്, വിദ്യാർത്ഥികൾക്കുള്ള സബ്സിഡിയും മറ്റു കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അതിന്റെ ഭാഗമായിട്ട്, അതായത് ഇത് ഇന്റഗ്രേറ്റഡ് പോളിസിയാണ്. അതിദാരിദ്ര്യത്തിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് പോളിസിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല മാനദണ്ഡം, മറിച്ച് അവിടെ ഫെസിലിറ്റി ഉണ്ടോ, അവിടെ മരുന്നിന്റെ ലഭ്യതയുണ്ടോ, ഓൺഗോയിങ് ബേസിസിൽ അവർക്ക് അത് കിട്ടുമോ, അതായത് ബേസിക് മെഡിക്കൽ കെയർ നിങ്ങൾക്ക് അവിടെ കിട്ടുമോ ഉണ്ട് എന്നാണ് ശ്രീജിത് പണിക്കർ. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ വിശപ്പുള്ളവരെ അല്ലെങ്കിൽ വിശപ്പടക്കാൻ ഗതിയില്ലാത്ത ആളുകളെ കളിയാക്കുന്ന രീതിയിലാണ് നമ്മുടെ ചർച്ച പോകുന്നത് എന്ന് റെജി പറയും. നേരത്തെയും റെജി ലൂക്കോസ് അങ്ങനെ പറഞ്ഞിരുന്നു. ഇവിടെ MP രാജേഷ് തന്നെ അതിൽ ഏറ്റവും അവസാനത്തെ അതിദരിദ്രനെയും അദ്ദേഹത്തിൻ്റെ അതിദാരിദ്ര്യവും ഇല്ലാതാക്കിയതിൻ്റെ ഒരു വർണ്ണനയും ശ്രീ MP രാജേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു, 64,000 മുതൽ താഴോട്ട് 1 വരെ വന്നിട്ട് പിന്നെ 0 എങ്ങനെ എത്തി എന്നുള്ളത്. അതിദാരിദ്ര്യ വിമുക്തരാക്കിയാൽ, ഒരു കുടുംബത്തെ കൂടി അതിദാരിദ്ര്യ വിമുക്തരാക്കിയാൽ മതിയാകും, ഡാഷ്ബോർഡിൽ അവശേഷിക്കുന്നവർ എന്ന ശീർഷകത്തിന് താഴെയായി 1 എന്ന സംഖ്യ തെളിഞ്ഞപ്പോൾ ഒരു അതിദരിദ്ര കുടുംബത്തിന് തദ്ദേശ സ്ഥാപനം വാങ്ങി നൽകുന്ന വീടിൻ്റെയും വസ്തുവിൻ്റെയും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് ചെയ്തുകൊണ്ട് ക്യാബിനറ്റിൽ തീരുമാനമെടുത്തതോടെ അവസാനത്തെ കുടുംബവും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരാകുന്നതിനുള്ള നടപടിയായി. അതായത് ആ കുടുംബത്തിന് ഇനി അതിദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പായി. ഡാറ്റ അപ്ഡേറ്റ് ചെയ്തതോടെ അവശേഷിക്കുന്നവർ എന്ന ശീർഷകത്തിന് താഴെ 0 എന്ന സംഖ്യ തെളിഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് 100ന്റെ ചിരി, ഡെസ്കിൽ അടിച്ചുകൊണ്ട് സന്തോഷം പങ്കിട്ടു. ശേഷം എങ്ങനെ കേരളം ഈ നേട്ടം കൈവരിച്ചു എന്നതിനെക്കുറിച്ച് ഒരു ചെറു വീഡിയോ വിവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതായത് 2021 മെയ് മാസത്തിൽ പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും അധികാരമേറ്റ സമയത്ത് മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഈ ഫലപ്രാപ്തിയാണ് അദ്ദേഹം ഈ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഒരു പ്രക്രിയയായിട്ട് തന്നെ കൊണ്ടുപോവുകയായിരുന്നു. അതിൽ നേരിട്ടുള്ള മോണിറ്ററിങ് തദ്ദേശ ഭരണ വകുപ്പിന്, അദ്ദേഹത്തിന് മുമ്പിരുന്ന MV ഗോവിന്ദനും ഇത് നിർവഹിച്ചു പോന്നു. അദ്ദേഹം അതിൻ്റെ തുടർ പ്രവർത്തനം ഏറ്റെടുത്തു എന്നാണ്. അല്ല, ഞാൻ പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം പറയുന്ന കാര്യത്തിനെയോ അദ്ദേഹത്തിന്റെ ഡാഷ്ബോർഡിനെയോ ഒന്നും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അതെല്ലാം നമ്മൾ വിശ്വസിക്കാം. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ നിങ്ങൾ തരും.
ആ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എത്ര തുകയാണ് ആ കുടുംബത്തിന് വേണ്ടത്, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി നിങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്, അടുത്ത 5 വർഷത്തേക്ക് അവർ ഈ പോവർട്ടിയിലേക്ക് അല്ലെങ്കിൽ അതിദാരിദ്ര്യത്തിലേക്ക് അവർ തിരിച്ചു പോവില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സസ്റ്റനൻസ് മാർഗങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഇൻകം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് സർക്കാർ പറയട്ടെ. അതല്ലാതെ സർക്കാർ അങ്ങോട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ശരിയെന്ന് പറഞ്ഞ് കൈയടിച്ച് നമ്മൾ പാസ്സാക്കുന്നതിന് വേണ്ടി ഇവിടെ ഏകാധിപത്യ ഭരണമുള്ള ഒരു സ്ഥലമല്ല. അപ്പൊ നമുക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ പറയുന്നത് ഇതിനെ ഈ സർക്കാർ ഇത് ചെയ്തില്ല എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ അതിദാരിദ്ര്യത്തിനെ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ തരൂ എന്നല്ലേ. അപ്പൊ ഡേറ്റ ഞങ്ങൾക്ക് തരാനായിട്ട് കഴിയില്ല. ഇതിലെ എക്സ്പെർട്ട് കമ്മിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിനെ എതിർക്കുന്ന ആൾക്കാരെല്ലാവരും സോ കോൾഡ് ബുദ്ധിജീവികളാണ്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ട് പറയുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് എന്ന് പറയുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ, അതിദാരിദ്ര്യം എന്നതിനുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം എന്താണ് ഇതിന്റെ സംഭവം. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ മഞ്ജുഷ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കൊണ്ട് മേൽക്കൂരയും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചതിന് ശേഷം ഒരു കൂരയിൽ കഴിയുന്ന ആൾക്കാരില്ല എന്നാണോ നമ്മൾ പറയുന്നത്? ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ പല കുടുംബങ്ങളുടെയും പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വെറും ഷീറ്റ് വെച്ച് മറച്ചിരിക്കുന്നതോ ടാർപ്പ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പരസ്യത്തിന് ഉപയോഗിക്കുന്ന ഫ്ലക്സ് നിരവധി ദൃശ്യങ്ങൾ ഉണ്ട്. പക്ഷേ ഒരാളെ ചൂണ്ടിക്കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് MP രാജേഷ് പറഞ്ഞ ഈ 0 കണക്കാണ്. ഡാഷ്ബോർഡിൽ 0 തെളിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷത്തിന്റെ കണക്കാണ്. പക്ഷെ നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അങ്ങനെയല്ല ശ്രീ റെജി ലൂക്കോസ്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ വിശക്കുന്നവരെ പരിഹസിക്കുകയല്ല. ഞാൻ നിങ്ങളുടെ കണക്ക് പറയാം. ഇതിലെ ഈ ക്രൈറ്റീരിയയിലെ ഒന്നെന്ന് പറയുന്നത് ഭവനയില്ലാത്തവരുടെയാണ്. 2014 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം ഡേറ്റയുള്ളതാണ്. 81,000 വീടുകളാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ അതൊരു 82,000 വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ 1.2% വീടുകളിൽ ആൾ താമസമില്ല. അപ്പൊ ഏതാണ്ട് 81,000 നിൽക്കുക. അതിൽ കൂടാതെ തന്നെ ഏതാണ്ട് 7 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീടില്ല, ഭവനമില്ല. അവർ തെരുവിലോ ഇതുപോലുള്ള ഷെഡുകളിൽ താമസിക്കുന്നവരാണ്. 2016 ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ലൈഫ് പദ്ധതി തുടങ്ങിയതിനു ശേഷം ഇതുവരെ 4 ലക്ഷം കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറി അവർ സംതൃപ്തിയോടെ വീടുകളിൽ കഴിയുന്നുണ്ട്. 1.5 ലക്ഷം വീടുകളുടെ നിർമ്മാണം ഗോയിങ് ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏത് ഗവൺമെന്റ് വന്നാലും അത് ആ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ 6 ലക്ഷം ഭവനങ്ങൾ ഇല്ലാത്തവർക്ക് ഭവനങ്ങൾ ആയിക്കഴിഞ്ഞു. അത് അല്ല, ഞാൻ കണക്കാ വരുവില്ല. അതുകൂടാതെ സന്നദ്ധ സംഘടനകള്, വിദേശ രാജ്യത്തെ സന്നദ്ധ സംഘടന, നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളൊക്കെ കൂടി കേരളത്തിൽ ഏതാണ്ട് 1,26,000 വീടുകൾ കേരളം മുട്ടുകപ്പെടുത്തിട്ടുണ്ട്. അത് വിദേശ മലയാളികളുടെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ വ്യക്തികളുടെ ഒക്കെ ഇതായിട്ട് 42 വീടുകൾ പണിതു കൊടുത്ത പത്തനംതിട്ട ഒരു ടീച്ചറിനെ നമുക്കറിയാമല്ലോ. ഞാൻ അവരുടെ ടീച്ചറിന്റെ വീട്ടിൽ പോയി കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്നദ്ധ സേവനമാണ് കൂടി നമ്മുടെ നാട്ടിനെ ഒരു ഭവനരഹിതമില്ലാത്ത നാടായിട്ട് മാറ്റുന്നത്. സർക്കാർ സന്നദ്ധ സേവനം ജനങ്ങളോട് ഒത്തൊരുമിച്ച് അത് ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം നേട്ടം. ഇതൊന്നും ഒരു ഗവൺമെന്റ് മാത്രം ശ്രമിച്ചാൽ ഈ ലോകത്ത് ഒരു സ്ഥലത്ത് നടക്കത്തില്ല. അതിദരിദ്രൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ എന്നോട് ചോദ്യം ചോദിച്ചു. കൃത്യമായ ഡേറ്റകള് കൃത്യമായ രീതിയിൽ എത്ര ആളുകളാണെന്നുള്ളത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ SIR നടപ്പാക്കുന്നവർ ഓരോ വീടുകളിൽ കയറി ചെന്ന് അതിനെക്കുറിച്ച് ആ വീടുകളിൽ വീടില്ലാത്തവരുടെ അവസ്ഥ കണ്ടുപിടിക്കാൻ വെരി ഈസി. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ കുടുംബശ്രീയെ കൊണ്ടോ അല്ലെങ്കിൽ ഈ ആശാവർക്കർമാരെ കൊണ്ടോ ആ ഡേറ്റ കണ്ടെത്തുന്നത് പറഞ്ഞാൽ വെരി സിമ്പിൾ. 1-2 ദിവസങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അവരുടെ ഡ്യൂട്ടി അവരുടെ വാർഡുകളിൽ പരിചയമുള്ള ആരെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അത് കണ്ടുപിടിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതെന്ത് മാനദണ്ഡം കൂടിയുണ്ട്. ഇഷ്ടമുള്ള മാനദണ്ഡം സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അതും ശ്രീജിത്ത് ചോദിച്ച കാര്യമാണ്. ഞാനും നേരത്തെ അത് ചോദിച്ചിരുന്നു. അല്ലാതെ ഞാൻ മാനദണ്ഡത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാതെ എങ്ങനെ കണ്ടുപിടിച്ചു, എന്ത് മാനദണ്ഡത്തിലൂടെയാണ് നിങ്ങൾ ഇത് കണ്ടുപിടിച്ചെന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ അദ്ദേഹം 45 മിനിറ്റ് 1 മണിക്കൂറിനടുത്തുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എന്താണ് സംശയം എന്താണ്? രാജേഷ് വളരെ ദൈർഘ്യമേറിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു രാജേഷിന്റെ. അല്ല, ഒരു ലളിതമായിട്ടുള്ള ചോദ്യം. നമുക്ക് ലൈഫ് പദ്ധതിയിൽ അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ഭൂമി ഉണ്ടാവണം, ശരിയല്ലേ? ശ്രീ റെജി ലൂക്കോസ് അതിനോട് യോജിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ല, ഭൂമി സ്വന്തമായിട്ട് സംഘടനകൾ വാങ്ങിച്ചു കൊടുത്താലും ശരി, ഞാൻ സമ്മതിക്കുന്നു. അതായത് ഭൂമി ഒന്നുകിൽ നമുക്ക് ഭൂമി വേണം, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ കൊടുക്കണം. അപ്പൊ കേരളത്തിൽ അതിദാരിദ്ര്യമില്ലാത്ത ആൾക്കാർ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ അതിദാരിദ്ര്യമില്ലാത്ത ആൾക്കാർക്ക് വീട് കൊടുത്താൽ മാത്രമാണ് അവർ ആ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എങ്കിൽ കേരളത്തിൽ ലാൻഡ്ലെസ് ആയിട്ടുള്ള വീടില്ലാത്ത ആൾക്കാരില്ല എന്നായിരിക്കും അതിന്റെ അർത്ഥം.
പക്ഷെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ട്രൈബൽ മേഖലയിൽ സർക്കാരിന്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ചിട്ട് എത്ര ആൾക്കാർക്ക് വീടില്ല, എത്ര ആൾക്കാർ ഭൂമിക്ക് പട്ടയത്തിന് വേണ്ടി ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ കാണുന്നില്ല. അപ്പൊ ആ കണക്ക് കോറിലേറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ രാജേഷ് പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ് ഈ അതിക്ലേശ ഘടകങ്ങളും അതിൽ ഈ അതിക്ലേശ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി, അങ്ങനെയാണ് അദ്ദേഹം. അവിടെയാണ് പ്രശ്നം. അതായത് നമുക്ക് ഇതിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കുകയാണ്. അതായത് എനിക്ക് ഇന്ന പ്രഖ്യാപനം നടത്തണം, ആ പ്രഖ്യാപനം നടത്താനായിട്ട് എനിക്ക് അതിദാരിദ്ര്യം മാറ്റാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താണോ അതിന് പറ്റും. ഇപ്പൊ ഈ 138 രൂപ എന്ന് പറയുന്നത് 138 രൂപ എന്ന് പറഞ്ഞാൽ ആര് തീരുമാനിക്കുന്ന കണക്കാ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇൻഫ്ലേഷൻ ആശാ വർക്കേഴ്സിന് 233 അതെ, അല്ല ഞാനതാ ചോദിക്കുന്നത്. അതായത് 138 രൂപ എന്ന് പറഞ്ഞാൽ ആ 138 രൂപ എന്ന് പറയുന്നത് ഏത് വിദഗ്ധ സമിതി എന്തു പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗ് വ്യത്യസ്തമാണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പൊ കൊച്ചിയിലുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗ് അല്ല ഒരു സെക്കൻഡ്, കൊച്ചിയിലുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗ് അല്ല ഇടുക്കിയിലുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗ്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലവുമായി ബന്ധപ്പെട്ടതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് 2021-ലെയും 22-ലെയും കണക്കാണോ അതോ 2025-ലേക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആണോ? അടുത്ത വർഷം അത് എത്രയായിരിക്കും? അപ്പോൾ ഇതിലുള്ള ഒരാളും ഈ കണ്ടിന്യൂസ് ഇൻകം കിട്ടിക്കൊണ്ട് എല്ലാ കാലവും ഈ അതിദരിദ്രർ എന്നുള്ള പട്ടികയുടെ പുറത്ത് നിൽക്കുന്ന രീതിയിലത്തേക്ക് അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നതിന് സർക്കാർ ഇവർക്ക് ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദ്യം ചോദിക്കുന്ന ആളിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം ആ ഡേറ്റ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. സതീശന്റെ വാക്കുകൾ കൂടി കേൾക്കാം. വി ഡി സതീശൻ, ഈ പട്ടികജാതിക്കാര് കേരളത്തിൽ എത്ര പേരുണ്ട്? പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ. ഇവരുടെ ഈ കണക്കിൽ 6400 പേരെ പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്? ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ 4.85 ലക്ഷം പേര് വരുന്ന ആദിവാസികൾ, 1.16 ലക്ഷം കുടുംബങ്ങൾ, അതിലെ 6400 കുടുംബം ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ? വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ 1,10,000-ലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ? ആ കാറ്റഗറിയിലൊന്നും വരില്ല ഇവരാരും. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റെല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് കാര്യം. ശ്രീ എം കെ ഹരിദാസ്, ഒരു പട്ടിക അവർ തന്നെ ഉണ്ടാക്കുന്നു, എന്നിട്ട് അവർ തന്നെ ഈ മാനദണ്ഡങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു, പ്രഖ്യാപിക്കുന്നു. സർവ്വവിധ സുഖലോലുപതയിൽ നികുതി പണവും എടുത്തിട്ട് ആഡംബര ജീവിതം നയിക്കുന്നവർക്ക് ഒരു ദിനം തോന്നുകയാണ് കേരളം അതിദരിദ്രരല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കണം, ഞങ്ങളിത് അത് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു മാമാങ്കം നടത്തിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല മഞ്ജുഷേത്. ഇത് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെയും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെയും ശ്രീജിത്ത് പണിക്കർ പറയുന്നത് പോലെയും ഇത് ഏറെ പഠനം നടത്തിയിട്ട് ഇതിലൊരു ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഏറെയാണ്. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ AAY കാർഡുകൾ 5.5 ലക്ഷം കാർഡുകൾ ഉള്ളതിൽ കേരളത്തിൽ ഇനി ഇതിന്റെ ആവശ്യമില്ലെന്ന് കേന്ദ്രത്തിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ആനുകൂല്യം അവരുടെ വക സൗജന്യമായിട്ടാണല്ലോ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? ഞാൻ ശ്രീ റെജി ലൂക്കോസിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഒരു സമ്പന്ന കുടുംബത്തിലെയും അല്ലെങ്കിൽ നമ്മൾ മിഡിൽ ക്ലാസ് ജീവിതത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളും സ്കൂളിലേക്ക് ഉച്ചഭക്ഷണം കൊണ്ടുപോകാണ്ട് പോകുന്നില്ല. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നത് ആർക്കാണ്? ഈ ദരിദ്രരുടെയും അതിദരിദ്രരുടെയും മക്കൾക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പൈസ അവിടുത്തെ പ്രധാന അധ്യാപകര് പോക്കറ്റിൽ നിന്നും എടുത്ത പൈസ ഇതുവരെയ്ക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങേയറ്റം മുറുമുറുപ്പ് നടക്കുക മാത്രമല്ല, പച്ചക്കറി വെവിക്കുമ്പോൾ മുളക് പൊടിക്ക് തൊട്ടടുത്ത വീടുകളിൽ പോകുന്ന വാർത്തകൾ പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ സാഹചര്യത്തില് ഇത്തരത്തിലൊരു പ്രഖ്യാപനമല്ലാതെ ഈ സർക്കാരിനെ ദരിദ്രരെയും അതിദരിദ്രരെയും സഹായിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കേരളത്തിൽ ഉള്ളപ്പോൾ എന്തിനാണ് ഈ തിടുക്കപ്പെട്ടിട്ട് ഇത്തരത്തിലൊരു സംഗതി നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വോട്ട് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടെന്നല്ലാതെ ഞങ്ങളെപ്പോലുള്ളവർ പിന്നെ എന്താ പറയുക? താങ്കളിവിടെ ഈ പറഞ്ഞല്ലോ, ഇത് ഒരു കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഒരു ക്രെഡിറ്റ് ആണ്. ആ ക്രെഡിറ്റിന് ഞങ്ങൾ മൈലേജ് കൂട്ടുകയാണെന്ന്. ഇത് ക്രെഡിറ്റ് ആയിട്ടോ മൈലേജ് കൂട്ടുകയായിട്ടോ എടുക്കേണ്ട വിഷയമല്ല. ഇത് അങ്ങേയറ്റം
പാളിച്ച പറ്റിയ ഒരു പ്രഖ്യാപനം നടത്തുന്നതിനെ വിമർശിക്കേണ്ടത് മാധ്യമങ്ങളുടെ ചുമതലയാണ്. അങ്ങനെ മാധ്യമങ്ങൾ വിളിക്കുമ്പോൾ വന്നിരുന്നിട്ട് അതിലത്തെ ന്യൂനതകൾ പറയേണ്ടത് ഞങ്ങളെപ്പോലുള്ളവരുടെ ചുമതലയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഇവിടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്നൊരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പഞ്ചായത്ത് മിനിസ്റ്റർ പറഞ്ഞതുകൊണ്ടോ ചുവരുകളിൽ അത്തരത്തിലുള്ള ഫ്ലക്സുകൾ വെച്ചതുകൊണ്ടോ തീരുന്ന ഒരു പ്രശ്നമാണോ ശ്രീ റെജി ലൂക്കോസ് ഈ വിഷയം? അല്ല. ആ ബോധമില്ലാത്ത സർക്കാര് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തപ്പോ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് സാധാരണക്കാരായ കൃത്യം ഞാൻ പറഞ്ഞില്ലേ, ഇനി റെജി ലൂക്കോസ് ഒരു കാര്യം മനസ്സിലാക്കുക, 5 പെൺമക്കൾക്ക് ശേഷം ജനിച്ച ഒരു ആൺകുട്ടി എന്ന നിലയ്ക്ക് സമ്പന്നതയോടെ തന്നെയാണ് എന്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 5 പെൺകുട്ടികളും എന്റെ അച്ഛനും അമ്മയും ഒരു UP സ്കൂൾ അധ്യാപകന്റെ വരുമാനത്തിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചു വളർന്നിട്ടുള്ള ദാരിദ്ര്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനിരുന്ന് ഈ സംസാരിക്കുന്നത്. ഇന്നും അത് താങ്കളോട് നേരിട്ട് പറയുമ്പോൾ എന്റെ കണ്ണുകൾ നിറയും. എന്റെ അമ്മയ്ക്ക് പല ദിവസം രാത്രിയും വയറുവേദനയായിരുന്നു. എന്താണെന്നറിയോ? 7 പ്ലേറ്റിൽ വിളമ്പി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവില്ല. അപ്പൊ അമ്മ പറയും, എന്താ അമ്മ ചോറ് വിളമ്പാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അമ്മയ്ക്ക് വയറുവേദനയാണ് മക്കളെ. ഇങ്ങനത്തെ ഒരുപാട് ദാരിദ്ര്യം കണ്ടു വളർന്നിട്ടുള്ള ഒരു 65-കാരന്റെ മുമ്പില് കേരളം കൃത്യമായിട്ട് കേരളത്തിന്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ശ്രദ്ധയൂന്നുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലെ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത് ഒരു കപട നാടകമാണ്. തീർച്ചയായിട്ടും ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാനുള്ള ഒരു തന്ത്രമായിട്ട് കാർഡുകളുടെ കാര്യത്തിൽ അതിൽ ഒരു കൃത്യമായ മറുപടി വരുന്നില്ലല്ലോ ശ്രീ റെജി ലൂക്കോസ്. അതിൽ അതിദരിദ്രരും ഉൾപ്പെടുന്നതല്ലേ, ദരിദ്രർ മാത്രമല്ലല്ലോ? അല്ല, അത് കൃത്യമായിട്ട് ഡെഫിനിഷൻ ഉണ്ടല്ലോ. ഒരാളുടെ മഞ്ഞക്കാടിൽ നിന്ന് അവരെ ഒഴിവാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആരോഗ്യം പിൻവലിക്കത്തുമില്ല. അവരുടെ അതിദാരിദ്ര്യം മാറിയത് മാത്രമേ ഇവിടെ ഹരിദാസ് സാർ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞു, അല്ല എങ്ങനെയാണ് അതിദാരിദ്ര്യം മാറിയെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ കൊണ്ട് മാത്രം അത് കേൾക്കൂ. അദ്ദേഹം പറഞ്ഞൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഇതുണ്ട്. ദാരിദ്ര്യത്തിന്റെ എല്ലാ വേദനകളും അമ്മയവരെ ഉദാഹരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമിക്കും. കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയായിരുന്നു. നമ്പൂരിമാരെയും പട്ടന്മാരെയും മേച്ചാതിലുള്ളവരെയും കാണുമ്പോഴത്തെ വഴിമാറിപ്പോട്ട ഒരു സംസാരമായിരുന്നു കേരളം. അതൊക്കെ പറഞ്ഞ് ഇന്നലകളിലെ വേദനകൾ പറഞ്ഞ് അതിൽ നിന്നൊക്കെ കവർ ചെയ്ത് നമ്മൾ വന്നത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാന മേഖല നേടിയെടുത്തൊരു വലിയ നേട്ടം. അതുകൂടെ കൂടെ നിങ്ങൾ വിമർശിക്കുമോ? അത് ഇടതുപക്ഷം മാത്രമല്ല, ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ പങ്കുള്ളത്. ഇവിടെ ഭൂമിക്ക് അവകാശമില്ലായിരുന്നു ഒരു കാലത്ത്. ഗൗരിയമ്മ 1957 കൊണ്ട് ഭൂപരിഷ്കരണ നിയമം ഇന്ത്യക്ക് മാതൃകയായിരുന്നു. അത് ഏറ്റെടുത്ത് നടപ്പാക്കിയ ഒരു രാജ്യത്തിന്റെ പേരാണ് ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യം. ചരിത്രത്തിലുള്ള ഫ്രാൻസിന്റെ ജർമ്മനിയിലെ പ്രവിശ്യകളിൽ അതിന് അവകാശമില്ലായിരുന്നു. അവര് തന്നെ അതിനെക്കുറിച്ച് പഠനം നടത്തി. അപ്പോൾ അതൊക്കെ നേടിയെടുത്ത് നമ്മളുടെ നേട്ടങ്ങളായിട്ടാണ് കാണേണ്ടത്. നമ്മൾ ഭൂരിപക്ഷം 99% കാലഘട്ടത്തിൽ അതിലായിരുന്നു. അതിലാണ് കേരളം വ്യത്യസ്തമായിട്ട് എല്ലാ സർക്കാരുകളും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഇടതുപക്ഷം മാത്രമൊന്നുമല്ല. ഇപ്പോൾ അത് നേടി എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമല്ലേ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാറേ? 3600 രൂപ 2000 പ്ലസ് 1600 ഈ 20-20 തീയതി കേരളത്തിലെ 63 ലക്ഷം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുക. അവരൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ വാദം നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നുള്ളൂ? അല്ല, ഇത് ഒറ്റ സാധനത്തിൽ പറഞ്ഞു തീർക്കാം. ഞാൻ ഇടതുപക്ഷം ഇരുന്നപ്പോ അത് നേടിയെടുത്തു. നിങ്ങൾ പരിമിതിയിൽ വിമർശിച്ചോളൂ. ക്രിയാന്മാർ വിമർശിക്കുന്ന ജനാധിപത്യം നശിച്ചു. മഞ്ജുഷ, ഈ ചിത്രം കാണാൻ കഴിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണാമല്ലോ അല്ലെ? കാണാം. ഇത് ഒറ്റ സെക്കൻഡ് ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇത് കണ്ടില്ലേ? ഇത് 2 മാസം മുമ്പ്, വെറും 2 മാസം മുമ്പ് മലയാളത്തിലെ ഒരു ന്യൂസ് ചാനൽ അട്ടപ്പാടിയിലെ അഗളി എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ഒരു വീട് കണ്ടതാണ്. ഇത് ഒരു വീട് മാത്രമല്ല, ഇതേപോലെ 3 വീടുകളുണ്ട്. അവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടാർപോളിൻ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി, അത് ഒരെണ്ണമല്ല പലത് വലിച്ചു കെട്ടി, അതിന് പുറത്ത് ഓലയും മറ്റു കാര്യങ്ങളും ഇട്ട് ഇങ്ങനെയുള്ള കൂരകളിലാണ് അവർ താമസിക്കുന്നത്. 2 മാസം മുമ്പത്തെ കാര്യമാണ്. ഈ 3 കുടുംബങ്ങളോടും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ല എന്നാണ്. അങ്ങനെ പറയുന്ന ഈ കുടുംബങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്, സ്ഥിര വരുമാനം നമ്മൾ ഉറപ്പാക്കിയോ ഈ 2 മാസത്തിനുള്ളിൽ? ഇവർക്ക് ഈ 2 മാസത്തിനുള്ളിൽ നമ്മൾ വീട് നിർമ്മിച്ചു കൊടുത്തോ? ഇവർക്ക് ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഭക്ഷണം കൊടുക്കുന്നതിനുമുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തോ? നമുക്ക് ഈ 2 മാസത്തിനുള്ളിൽ ഇവർക്ക് ഏറ്റവും നല്ല ഹെൽത്ത് ഫെസിലിറ്റിയിലേക്കുള്ള ആക്സസ് ഉറപ്പാക്കിയോ? ഞാൻ പറഞ്ഞത് ഇത് ഗിമ്മിക്കല്ലേ? ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ വേദന അങ്ങനെ ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ ആ വാർത്ത എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. താങ്കൾ പറഞ്ഞ ശരിയല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവിടുത്തെ MLA ആണ് കുറ്റവാളി.
അതാരും ആയിക്കോട്ടെ സാർ, അതാരും ആയിക്കോട്ടെ. അല്ല, അങ്ങനെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ശ്രീ റജി ലൂക്കോസ്. അല്ലല്ല, ഇതൊക്കെ കണ്ടെത്തി വേണം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം നടത്താൻ. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു ഇതൊക്കെ വളരെ ഈസിയാണ് കണ്ടെത്താനെന്ന് താങ്കൾ തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ശ്രീ റജി, ഇത് MLA ആയിക്കോട്ടെ MP ആയിക്കോട്ടെ, അല്ല റജി ഞാൻ പറയുന്നത്, ശ്രീ റജി ഒരു സെക്കൻഡ്, ശ്രീ റജി അവർക്കുണ്ട്. ശ്രീ റജി ഞാൻ പറയുന്നത് കേൾക്കൂ. 140 MLA-മാർ നമുക്കുണ്ട്. 140 MLA-മാരുടെ മൊത്തത്തിൽ അവർക്ക് ചുമതലയുള്ള ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും പരിശോധന നടത്തിയതിനു ശേഷം MLA-മാർ വഴിയല്ല, താങ്കൾ പറഞ്ഞതുപോലെ കില വഴിയാണെങ്കിലും ഇനി താങ്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ കുടുംബശ്രീ വഴിയാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തി താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് വെരിഫൈ ചെയ്ത് ബോധ്യമാകാവുന്ന മാർഗങ്ങളിൽ കൂടി താങ്കൾ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ചിട്ട് സർവേ നടത്തി ഒരാളെയും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഈ പദ്ധതി പ്രഖ്യാപിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? അപ്പൊ സർക്കാർ എന്താ പറയുക? അല്ലല്ല, അങ്ങനെയാണ് ഡാഷ്ബോർഡിൽ സീറോ വന്നതും, അങ്ങനെയാണ് ഡാഷ്ബോർഡിൽ സീറോ വന്നു എന്നുള്ള അവകാശവാദവും. സ്ഥലം ഭൂമിയിലില്ലാത്ത ഇടം എന്ന് പറയുന്നത് പോലെ ഡാഷ്ബോർഡിൽ ഇല്ലാത്ത സ്ഥലമാണ് അട്ടപ്പാടി, അഗളി. അല്ലെ, അദൃശ്യരെ കണ്ടെത്തി എന്നുമാണ് പറഞ്ഞത്. മന്ത്രി പറയുന്നത് അദൃശ്യരായിട്ടുള്ള ആളുകളായിരുന്നു, അവർക്ക് തിരിച്ചറിയൽ രേഖ പോലും ഇല്ലായിരുന്നു, അവരെയൊക്കെ കണ്ടെത്തി എന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. ഞാൻ പറയുന്നത് പാവപ്പെട്ടവന്റെ കഞ്ഞി കുടിക്കാനില്ലാത്തവന്റെ മഴ നനയുന്ന സമയത്ത് കയറി കിടക്കാൻ ഇടമില്ലാത്തവന്റെ മുഖത്ത് നോക്കി ആരാ ചിരിക്കുന്നത്? മഞ്ജുഷേ, പ്രഖ്യാപനം നടത്തുന്നവരാണ് ചിരിക്കുന്നത്. പ്രഖ്യാപനം നടത്തുന്നവരാണ് ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതേ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരും. അപ്പോൾ തന്നെ പറയണം ശ്രീ റജി ലൂക്കോസ്, അതിദാരിദ്ര്യം ഇല്ലാത്ത ആളുകളുടെ മേഖലയായിട്ട് കേരളം മാറിയെന്ന്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അതിദാരിദ്ര്യ കേരളം തട്ടിപ്പെന്ന പ്രതിപക്ഷ നിലപാടിനോട് യോജിക്കുന്നോ? പ്രതിപക്ഷ നിലപാടിനോട് യോജിക്കുന്നവർ 85%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.